ഹലോ, അപ്പം ഇന്ന് പ്ലം കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് വെച്ചിട്ടാണ്. ഓറഞ്ച് ജ്യൂസിൽ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അരക്കപ്പ് പഞ്ചസാര ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഒന്ന് മെൽറ്റായി വരുന്നിടം വരെ നമ്മളൊന്ന് കാത്തിരിക്കുക. അതിനുശേഷം മെൽറ്റായി തുടങ്ങുമ്പോൾ നമ്മളിതൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ചെറിയ തീയിലിട്ട് വേണമേ ഈ പഞ്ചസാരയൊന്ന് മെൽറ്റാക്കി എടുക്കാനായിട്ട്. പഞ്ചസാര നല്ല ബ്രൗൺ കളറിലായിട്ട് ഇതേപോലെ ഒന്ന് പതഞ്ഞു വരുമ്പോഴത്തേക്കും ഒരു അര ഗ്ലാസ് ചൂടുവെള്ളം നമ്മൾ അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. ദേഹത്തൊന്നും വീഴാതെ ഇത്തിരി ദൂരെ നിന്ന് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. വേണമെങ്കിൽ അടുപ്പത്ത് നിന്ന് മാറ്റി വെച്ചിട്ട് ഒഴിച്ചു കൊടുത്താലും മതിയാകും. അപ്പോൾ നമ്മുടെ ക്യാരമൽ സിറപ്പ് ഇവിടെ ഏകദേശം റെഡിയായിട്ട് വരുന്നുണ്ട്. ഒന്ന് ചെറിയ ഫ്ലെയിമിലിട്ട് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ക്യാരമൽ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒരു ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. ഇനി ഇത് അവിടെ ഇരുന്നൊന്ന് തണുക്കട്ടെ. ഒരക്കപ്പ് പഞ്ചസാരയിലേക്ക് ഒരു കഷ്ണം കറുകപ്പട്ട, 3 ഏലയ്ക്ക, 3 ഗ്രാമ്പൂ എന്നിവയിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അതിനുശേഷം അത് മാറ്റി വയ്ക്കുക. പിന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട നമ്മൾ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതിലേക്ക് അര ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര കുറേശ്ശെയിട്ട് അടിച്ചെടുക്കുക. പിന്നീട് അതിലേക്ക് അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കുക. അടിച്ചെടുത്ത മിശ്രിതത്തെ ഒരു ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. നേരത്തെ കാണിച്ച ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തതില്ലേ, അതെല്ലാം കൂടി ആ മിശ്രിതത്തിലേക്ക് ഇടുക. അതിനുശേഷം നമ്മുടെ ക്യാരമൽ സിറപ്പ് ഉണ്ടല്ലോ, അതിനെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ടതാണ്. നന്നായി ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പോൾ ഇതൊരു ബ്രൗൺ കളറിലേക്ക് മാറുന്നതാണ്. ഈ ക്യാരമൽ സിറപ്പാണ് നമ്മുടെ കേക്കിന് കളർ കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. മൈദ നമുക്കൊന്ന് അരിച്ചെടുക്കേണ്ടതുണ്ട്. ആ മൈദയിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതിയാകും. അധികം നന്നായി കുത്തി ഇളകേണ്ട ആവശ്യമില്ല. അധികം ലൂസായി പോകരുത്. ഇത്തിരി കട്ടിക്ക് വേണം നമ്മുടെ പ്ലം കേക്കിൻ്റെ മിശ്രിതം ഇരിക്കാനായിട്ട്. അതിനുശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച കേക്ക് ടിന്നിലേക്ക് നമ്മൾ ആ മിശ്രിതം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു പപ്പടം കുത്തി വെച്ച് ബബിൾസൊക്കെ പോകാനായിട്ട് ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കേക്ക് ടീനൊന്ന് ഇതേപോലെ ഒന്ന് 2-3 പ്രാവശ്യം തട്ടി കൊടുക്കുന്നുണ്ട്. അതിലുള്ള എയർ ബബിൾസ് എല്ലാം പോകാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള ടൂട്ടി ഫ്രൂട്ടിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഇതുപോലെ മുകളിലൊന്ന് വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് ഫുൾ ഫ്ലെയിമിലിട്ട് ഒരു പാത്രം നമ്മൾ നേരത്തെ തന്നെ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്നു. അതിലേക്ക് നമുക്ക് ഇതിനെ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതിനെ ഒരു മൂടി വെച്ച് അടച്ചു വയ്ക്കുക. ഏകദേശം അരമണിക്കൂറിന് ശേഷം ഒന്ന് നോക്കുക. പപ്പടം കുത്തി വെച്ച് ഒന്ന് കുത്തി നോക്കുമ്പോൾ ഒന്നും പറ്റിപ്പിടിക്കുന്നില്ലെങ്കിൽ വെന്ത് കാണും. അല്ലെങ്കിൽ ഒന്ന് ഓടി വേകാനുണ്ട്. അപ്പോൾ ഒരു 15 മിനിറ്റ് കൂടി ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നോക്കുക. അപ്പോൾ നമ്മുടെ പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം 45 മിനിറ്റോളം എടുത്ത് നമ്മുടെ പ്ലം കേക്ക് ഇവിടെ റെഡി ആവാനായിട്ട്. എന്നിട്ട് നല്ല തണുത്തതിന് ശേഷം മാത്രം നമുക്കതിനെ പുറത്തെടുക്കാം. അപ്പോൾ നമ്മുടെ പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇപ്പോൾ നമ്മൾ ഇതിനെ കട്ട് ചെയ്യില്ല. ഒരു 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ കേക്കൊന്ന് കട്ട് ചെയ്യുന്നത്. അപ്പോഴേ അതിന് നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മുടെ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാവുന്നതാണ് എന്ത് സ്പഞ്ചിയാണ് കേക്ക്. നല്ല ടേസ്റ്റുമാണ്, നല്ല മണവുമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, താങ്ക് യു.